പലരും നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 1 CR താഴെ നമുക്ക് നല്ല ഓപ്ഷൻസ് തൃശ്ശൂർ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓറക്സ് ബിൽഡേഴ്സിൻ്റെ ലിയാഡ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 49.5 lakhs തൊട്ട് 75 lakhs ഉള്ളിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് 2 BHK വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 BHK ഓപ്ഷൻസും വരുന്നുണ്ട്. ഓറക്സ് ബിൽഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 വർഷത്തിന് മുകളിലായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഗ്രൂപ്പാണിത്. ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് റെഡി ടു മൂവിനാണ്. അപ്പം തൃശ്ശൂർ ഒരു 1 CR താഴെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അപ്പാർട്ട്മെൻറ്റ് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് പ്രോജക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ വരുന്നവർക്ക് 2 BHK ഓപ്ഷനും ഉണ്ട്, 3 BHK ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. കുറച്ച് യൂണിറ്റ്സും കൂടി നമുക്ക് കൊടുക്കാനുള്ളൂ. കാരണം ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആണ്. ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഓൾറെഡി ഈ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്രോജക്റ്റ് കണ്ടപ്പോൾ എനിക്കതിൽ കണ്ടൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലൊക്കേഷനാണ്. മുളങ്കുന്നത്തുകാവാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ മുളങ്കുന്നത്തുകാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് 3 kilometers വരുന്നുള്ളൂ. പിന്നെ ഞാൻ കണ്ടൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ ഹൈവേ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹോട്ടൽസ്, റെയിൽവേ സ്റ്റേഷൻ, അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ലിയാഡ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ ഈ ബിൽഡർ കൊടുത്തിരിക്കുന്ന കോമൺ ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കോമൺ ഫെസിലിറ്റീസിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കെയർടേക്കർ റൂം ഉണ്ട്, ഡ്രൈവേഴ്സ് റെസ്റ്റ് റൂം ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ടോയ്ലറ്റ്, നല്ല രീതിയിൽ പാർക്കിംഗ് വരുന്നുണ്ട്, STP വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ, 24 hours സെക്യൂരിറ്റി, സർവീസ് ലിഫ്റ്റ് ആൻഡ് പാസഞ്ചർ ലിഫ്റ്റ്. ഇനി നമ്മൾ അമ്യൂണിറ്റീസിലേക്ക് വരാണെങ്കിൽ, അതായത് ഇതിൻ്റെ ലോബി, ഹെൽത്ത് ക്ലബ്ബ്, മൾട്ടിപർപ്പസ് ഹാളൊക്കെ വരുന്നത് എയർ കണ്ടീഷൻഡ് ആയിട്ടാണ്. പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ വരുന്നുണ്ട്, സോളാർ പവേർഡ് ആയിട്ടുള്ള കോമൺ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഫ്ലാറ്റുകൾക്കും ഇലക്ട്രിക് കാർ ചാർജിങ് പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മിക്ക വീട്ടിലും ഒരു സെക്കൻഡ് കാർ എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഫ്ലാറ്റ്സിനും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ CCTV സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ബയോമെട്രിക് എൻട്രി സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പിൽ നമുക്കൊരു പാർട്ടി ഏരിയ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലഷ് ആയിട്ടുള്ള ഗാർഡനും കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2026 ശരിക്കും ആസ് പെർ റെറ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 2025 തന്നെ ഹെഡ് ഓഫ് ഷെഡ്യൂൾ തന്നെ അവർ ശരിക്കും പറഞ്ഞ് ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്ന ഒരാൾക്കാർക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓറക്സ് ബിൽഡേഴ്സിൻ്റെ ലിയാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് കാണാനും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനുമായിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.